പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായുള്ള കോൺഗ്രസിന്റെ നയരൂപീകരണ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് ഡോക്ടർ ശശി തരൂർ എം പി സോണിയാഗാന്ധിയാണ് യോഗം വിളിച്ചത്. ആർ അച്യുതൻ ഡൽഹിയിൽ ചെയ്യുന്നു. അച്യുതൻ, 13 അംഗങ്ങളുള്ള കമ്മിറ്റിയാണ്, അതിൽ നിന്ന് ശശി തരൂർ വിട്ടുനിൽക്കുന്നു. എന്താണ് കാരണം പറയുന്നത്? മഹാപഞ്ചായത്തിലെ അവഗണന എന്ന ആരോപണത്തിന് പിന്നാലെ നേതൃത്വവുമായി അനുനയത്തിന് ശശി തരൂർ തയ്യാറാകുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? സുഹേൽ, എന്റെ പിന്നിൽ കാണുന്ന സോണിയാഗാന്ധിയുടെ വസതിയിൽ 4:30 കൂടിയാണ് ഈ നയരൂപീകരണ യോഗം, സോണിയാഗാന്ധി വിളിച്ച നയരൂപീകരണ യോഗം ആരംഭിച്ചത്. നിലവിൽ കേരളത്തിൽ നിന്ന് KC വേണുഗോപാലും അതുപോലെ കൊടിക്കുന്നിൽ സുരേഷ് MPയുമാണ് പങ്കെടുക്കുന്നത്. പക്ഷേ ശശി തരൂർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. നിലവിൽ അദ്ദേഹം ദുബായിലാണ്. ഇന്ന് രാത്രിയോടുകൂടിയായിരിക്കും ഡൽഹിയിലേക്ക് എത്തുക. നേരത്തെ തന്നെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ഹൈക്കമാൻഡ് ഒരു യോഗം ഡൽഹിയിൽ വിളിച്ചിരുന്നു. ആ യോഗത്തിൽ നിന്നും ശശി തരൂർ വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത്. എന്തായാലും അതിനുശേഷമാണ് ഇപ്പോൾ ഈ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള ഈ നയരൂപീകരണ യോഗം ഇപ്പോൾ സോണിയാഗാന്ധിയുടെ വസതിയിൽ പുരോഗമിക്കുന്നത്. പൂർണ്ണമായും എന്താണ് ഇനി പാർലമെന്റിൽ പാർട്ടി സ്വീകരിക്കേണ്ട നിലപാട്? കാരണം നിരവധി വിഷയങ്ങൾ സർക്കാരിനെതിരെ ഉണ്ട്. BBG റാംജി ബില്ല് നിയമം, ഒപ്പം തന്നെ മധ്യപ്രദേശിലെ മലിനജലം കുടിച്ചുണ്ടായ ദുരന്തം, അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട്. അത് ഏത് തരത്തിൽ സഭയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് പ്രതിഷേധങ്ങൾ നടത്തണം, പ്രതിഷേധിക്കണം എന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും. ഒപ്പം തന്നെ പാർലമെന്റിൽ പാർട്ടി സ്വീകരിക്കേണ്ട നയം എന്താണ് സ്വീകരിക്കേണ്ട നയം എന്നത് സംബന്ധിച്ചുള്ള വ്യക്തതകളും ഇന്നത്തെ യോഗത്തിലായിരിക്കും തീരുമാനിക്കുക. എന്തായാലും ആ യോഗമാണ് സോണിയാഗാന്ധിയുടെ വസതിയിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാപഞ്ചായത്തെ അവഗണിച്ചെന്ന ആരോപണത്തിന് പിന്നാലെ പാർട്ടി വിളിച്ച പരിപാടികൾ, യോഗങ്ങൾ ശശി തരൂർ പങ്കെടുത്തില്ല. അതിന്റെ തുടർച്ചയായാണോ ഈ യോഗവും ബഹിഷ്കരിച്ച ഈ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നത്, അതോ വിദേശത്തായതാണോ കാരണം? അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.